സംസ്ഥാന സർക്കാരും ഇടതുമുന്നണിയും കുട്ടിഘോഷിക്കുന്ന ഭൂനിയമ ഭേദഗതി ചട്ടം ഏറ്റവും വലിയ തട്ടിപ്പാണെന്ന് ബിജെപി ഇടുക്കി ജില്ലാ സൌത്ത് പ്രസിഡന്റ് വി.സി. വർഗീസ്. നിർമ്മാണ തടസ്സങ്ങളടക്കം നിലവിലുള്ള പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഭേദഗതിയിലൂടെ സർക്കാർ ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ LDF സർക്കാർ വളരെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഭൂപതിവ് നിയമ ഭേദഗതിയും ചട്ടങ്ങളുമൊക്കെ ഇടുക്കി ജില്ലയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കാനാണ് ഉപകരിക്കുന്നത്. കാരണം 1964ലെയും 93ലെയും പട്ടയത്തിൽ കൃഷി ചെയ്യുന്നതിനും വീട് വെക്കുന്നതിനുമുള്ള അനുവാദം ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ പുതിയ നിയമ ഭേദഗതിയിലൂടെ ഇതുവരെ ജില്ലയിൽ നിർമ്മിച്ച മുഴുവൻ വീടുകളും ക്രമവൽക്കരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അതെല്ലാം അനധികൃതമായിരുന്നുവെന്ന് സർക്കാർ തന്നെ വരുത്തി തീർക്കുകയാണ്. അനധികൃത കയ്യേറ്റങ്ങളെ സാധൂകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടി കൂടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ അനധികൃത നിർമ്മാണങ്ങൾ പലതും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഈവൻ ഹൈക്കോടതി പോലും ഇടപെട്ട പല കേസുകൾ ഇടുക്കി ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. CPM-ന്റെയും CPI-യുടെയും പാർട്ടി ഓഫീസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ അതെല്ലാം നിയമാനുസൃതമാക്കിക്കൊണ്ട് ക്രമവൽക്കരിച്ചുകൊണ്ട് നിയമപരീക്ഷ നേടുന്നതിന്റെ ഭാഗമായിട്ടുള്ള പരിപാടി അത് വേറൊരു തരത്തിൽ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ഇവിടെ ഇടുക്കി ജില്ലയിൽ മാത്രമായി നിലനിൽക്കുന്ന നിർമ്മാണ നിരോധനം, ആ നിരോധനം മാറ്റുക എന്നുള്ളതായിരുന്നു ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. പക്ഷേ നിർമ്മാണ നിരോധനം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇത് പണം കൊയ്യാനുള്ള സാമ്പത്തിക നേട്ടം കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയായിട്ടാണ് സർക്കാർ ഇതിനെ കൈകാര്യം ചെയ്തത്.